ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദസ്യം തത്വസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഗുശബ്ദസ്തു അന്ധകാരസ്യാദിശബ്ദസ്തു തന്നിരോധക. അങ്ങനെയുള്ളതായ ഗുരുസ്ഥാനീയനായ ഈശ്വരൻ, യഥാർത്ഥ ഗുരു ഈശ്വരനാണ്. പിന്നീട് ലോകത്ത് കാണുന്നതെല്ലാം ഗുരുനാഥന്മാരാണെന്നർത്ഥം. എല്ലാം ഗുരുവാണ്. കോഴിയും ഗുരുവാണ്. ആ കോഴി തന്നെക്ക് വേണ്ടതായ ആഹാരം മാത്രം സ്വീകരിച്ചുകൊണ്ട് കൊക്കിക്കൊണ്ട് അതിൻ്റെ കുട്ടികൾക്കും അതിൻ്റെ പരിസരത്തുള്ളതായ മറ്റു ജീവികൾക്കും ശബ്ദമുണ്ടാക്കി ആഹാരം കൊടുക്കുന്ന ജീവിയാണ് കോഴി. എന്നെപ്പോലെ ആവരുത്, എന്നെപ്പോലെ ആവണം എന്ന് പറയുന്നതായ ജീവികളും അജീവികളും ജീവനില്ലാത്ത വസ്തുക്കളും ആണ് ലോകത്തുള്ളത്. അപ്പോൾ പ്രദോഷ സന്ധ്യാനേരം ഏറ്റവും കൂടുതൽ നാമം ജപിക്കേണ്ട ദിനമാണ് ഇന്ന് എന്നർത്ഥം. നമശിവായ പാർവതീശ പാപനാശനാഹരേ. വരാൻ പോകുന്നതായ തിരുവാതിര ഉത്സവം, രോഹിണി മകീരം തിരുവാതിര, ജനുവരി മാസം 11, 12, 13 തീയതികളിലായിക്കോട്ടെ അനിക്കുട്ടേറ്റൻ മനയത്താറ്റിൻ്റെ തന്ത്രിയുടെ നേതൃത്വത്തിൽ തലപ്പുഞ്ചൻ മഹാദേവക്ഷേത്രത്തിൽ കലായത്രശേത ഇത് കലശ നവക പഞ്ചഗവ്യ അഭിഷേകങ്ങൾ തിരുവാതിരയുടെ എന്ന് വരും. മകീരനാൾ ഒരു നാഴികയാണ് തലേ ദിവസം ഉള്ളത്. പക്ഷേ ദിവസത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് വൈകിട്ട് 5:30 മണിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി എത്തിച്ചേരുന്നതായ എല്ലാവർക്കും 6:45 കഴിയുമ്പോൾ ദീപപ്രഭയോടുകൂടി ഉള്ളതായ ദീപാരാധന, മകീരൻ ദീപാരാധന. അതിനുശേഷം എട്ടങ്ങാടി 8 കൂട്ടം ഒന്നു കുറയാതെ എട്ടങ്ങാടി നിവേദ്യം ഒരേ പാത്രത്തിൽ നിന്ന് തന്നെ ഒരേ സ്വയംഭൂ വിഗ്രഹത്തിൽ പാർവതീദേവിക്കും കൂടി നേദിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന്. അപ്പോൾ എട്ടങ്ങാടി നേദ്യങ്ങളുള്ള ക്ഷേത്രങ്ങൾ തന്നെ വളരെ ചുരുക്കമാണ്. വളരെ ശുദ്ധമായും വൃത്തിയായിക്കൊണ്ടും ഭഗവാന് പൂജയോടുകൂടി നേദിക്കുന്നതായ ക്ഷേത്രം. അതിനുശേഷം ആണ് മംഗല്യ പൂജ അഥവാ മകീര പൂജ നടക്കുന്നത്. അത്താഴപൂജ, കരിക്ക്, ത്രിമുധരം മുതലായവയോടുകൂടി പാർവതി പരമേശ്വരന്മാരുടെ സങ്കല്പത്തോടു കൂടി തന്നെ അതിഗംഭീരമായ അത്താഴപൂജ. അതിനുശേഷം അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടി അവിടെ തിരുവാതിര കളി നടക്കും. ഗണപതി സരസ്വതി ചൊല്ലിയതിനു ശേഷം പ്രസാദമായി ഓരോ സ്പൂൺ എല്ലാവർക്കും സ്വീകരിക്കാൻ പാകത്തിനുള്ളതായ എട്ടങ്ങാടി നേദിച്ച് അത്താഴപൂജയ്ക്ക് ശേഷം വിതരണം ചെയ്യുമ്പോൾ രാത്രി കൃത്യം 12 മണിക്ക് പൂവ് അന്വേഷിച്ച് പോലും അത് താളമേളങ്ങളോടുകൂടി പോയിക്കൊണ്ട് തിരിച്ച് കൃത്യം 12 മണിക്ക് ഭഗവാന് പാതിരാപ്പൂ ചൂടിച്ചതിന് ശേഷം വീണ്ടും തിരുവാതിര. അതിനുശേഷം അവിടെ താഴെ ഒഴുകുന്നതായ ശുദ്ധജലത്തോടുകൂടി ഒഴുകുന്നതായ തോട്ടിൽ തുടിച്ച് കുളിച്ച് അവിടെ സമാപിക്കുമ്പോൾ മകീരം ഉറക്കുളപ്പ് സമാപിക്കുകയായി. പിന്നീട് രാവിലെ 6:30 തന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഷ്ടദേവി ഗണപതിയോം, പിന്നീട് 8 മണിയോടുകൂടി കലശപൂജ, പിന്നീട് കലശ അഭിഷേകം 10-11 മണിയോടുകൂടി വന്ദനപ്രധാനമായ നവക പഞ്ചഗവ്യാഭിഷേകത്തിന് ശേഷം ഭഗവാൻ അവിടെ ഉണർന്നിരിക്കുകയായി. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും, അതുപോലെ ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനും, അതുപോലെ ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും തരുന്നതായ തലപ്പുഞ്ച മഹാദേവക്ഷേത്രം. പക്ഷെ അവിടെ നിന്ന് പണ്ടപ്പരമ്പം പരാതിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വികാരത്തോടുകൂടി ഭഗവാനെ തൊഴുന്നോ ആ വികാരം തിരിച്ചു തരുന്നർത്ഥം. നാമം ജപിച്ച് തൊഴുക, അടിപ്രദർശനത്തോടു നിന്ന് തൊഴുമ്പോൾ അവിടെ അനുഗ്രഹമൂർത്തിയായി വസിക്കുന്നതായ തലപ്പുഞ്ച മഹാദേവക്ഷേത്രം. അതുപോലെ തന്നെ ഇന്ന് പ്രദോഷധാര വൈകിട്ട് 5:45 ആരംഭിക്കും. ജലധാര പ്രാതകാലേ ജലധാര, സായങ്കാലേ ജലധാര എന്നൊക്കെ കൂട്ടുകാരനായ മാനസ ജപലഹരിയിലൂടെ ജനങ്ങളെ ആനന്ദ നൃത്തമാടിക്കുന്നതായ പ്രശാന്ത് വർമാജി പറഞ്ഞു തരാറുള്ളത് പോലെ തന്നെ നമുക്കും നാമം ജപത്തിൻ്റെതായ ശക്തി സ്രോതസ്സായ തലപ്പുഞ്ച മഹാദേവൻ്റെ ഐശ്വര്യ ദിനങ്ങൾ വരാൻ പോകുന്നതായ എല്ലാ അർത്ഥത്തിലും സർവാത്മന സഹകരിക്കുക. ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയാക്കുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കൾ മലര് എന്താണെന്ന് വെച്ചാൽ പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്തിയാ പറയശി. കുറച്ച് ഇലയാണെങ്കിൽ മതി. പൂക്കൾ പറിച്ചൊരുക്കി ഭംഗിയായി
കൂടത്തിലാദികൾ, ചെട്ടി, തുളസി, താമര മുതലായവ നാട്ടിലുണ്ടാകുന്ന വസ്തുക്കൾ. പുതുവാമന ഹരിയേട്ടൻ്റെ പ്രശ്നവിധി പ്രകാരം പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുണ്ടാകുന്ന വസ്തുക്കളാണ് അവിടെ മഹാദേവന് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് പുറമേന്ന് മേടിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ പൂക്കളെക്കാളും ഇഷ്ടം ആ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ്. കാരണം കാടത്തത്തെ മനസ്സിലിട്ട് കവിയായി മാറ്റുന്ന വാൽമീകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും അവിടെ ഒരു പ്രതീകാത്മകമായി കൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, കിരാതമൂർത്തിയായിക്കൊണ്ട് അവിടെ പാർത്ഥൻ്റെ തലയിൽ അഹങ്കാരത്തിന് ശേഷം അനുഗ്രഹവർഷം ചൊരിച്ചതായ കിരാത സൂനുവായിക്കൊണ്ടിരുന്നതായ പാർവതി പരമേശ്വരന്മാരെ കാടത്തത്തിൻ്റെ പ്രതീകമായിക്കൊണ്ടൊരു കാടത്തത്തിലും ഈശ്വരന്മാരുണ്ട് എന്ന് നമുക്കറിയാം. കുളക്കുന്ന് ക്ഷേത്രം, അക്കുവളി ക്ഷേത്രമൊക്കെ കാടിൻ്റെയും മലയുടെയും നടുക്കാണ്. അവരുടെ മക്കളാണ്, അവരുടെ മകനാണ് കുളക്കുന്ന് ശാസ്താവ്, വക്കോളി ശാസ്താവ് ഒക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയതായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളവിടെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിലും കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതായ കുടുംബങ്ങളുണ്ടാകാനായിക്കൊണ്ട് നടക്കുന്നതായ ഉത്സവങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയും എല്ലാ അർത്ഥത്തിലും സർവാത്മന സഹകരിക്കുക. കാരണം വർഷത്തിലൊരിക്കേ ഉള്ളൂ. ഇനി അടുത്ത വർഷം നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ നമുക്കറിയില്ല. ആയുസ്സിൻ്റെ ബലം മഹാദേവനാണ് തീരുമാനിക്കുന്നത്. അപ്പം അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമോ നമുക്കറിയില്ല. ഇപ്പോൾ ജീവിക്കുക. ഇന്നലെ എന്നുള്ളത് മാതാ അമൃതാനന്ദമയി ദേവി പറയുന്നവരെ ഇന്നലെ എന്ന് പറയുന്നത് ക്യാൻസലായ ചെക്കാണ്. നാളെ എന്താവും എന്നറിയില്ല. അപ്പോൾ നാളത്തെ പറ്റി നമുക്ക് ഇന്ന് ജീവിക്കാൻ ലൗകികവുമായും ആത്മീയവുമായ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടക്കുന്നതായ സാത്വികമായ രീതിയിലുള്ളതായ തിരുവാതിരകൾ, അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, അതുപോലെ തന്നെ സോപാന സംഗീതങ്ങൾ എല്ലാം, ക്ഷേത്രകലകളെല്ലാം, കഥകളി, ഇതെല്ലാ ക്ഷേത്രങ്ങളിലും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിസ്വാർത്ഥമായ സേവനം, നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ് ഈശ്വരൻ. അങ്ങനെ ഏത് നിരീശ്വരവാദിയെയും ഏത് തത്വചിന്തകനെയും ഏത് കവിയെയും അവസാനം എവിടെ ആശ്രയമുള്ളൂ? ഭഗവാന്റെ. കഴിഞ്ഞ ദിവസം വിഷ്ണുപദം പോവുകയെ എന്ന് തന്നെ പറയാവുന്നതായ ഒരു കവീശ്വരൻ വിമർശനാത്മകമായ രീതിയിൽ ബ്രാഹ്മണ്യത്തെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ വിമർശനാത്മകമായി സിനിമയെടുത്തുന്ന അദ്ദേഹം പോലും അവസാനം ഗുരുവായൂരപ്പൻ്റെ നടയിൽ ചെന്ന് നമസ്കരിക്കേണ്ടി വന്നു. അതാണ് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ മഹാദേവൻ. അപ്പം ആശ്രയം ശരിക്കും എന്തേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നിരോധ മുക്രി ആശ്രയ. പുരാണങ്ങളുടെ ലക്ഷണം അനുസരിച്ച് അവസാനം പറയുന്നത് ആശ്രയമാണ്. അവിടെ മാത്രമേ ആശ്രയമുള്ളൂ, ബാക്കി എവിടെ ആശ്രയമില്ല. ഒരു വയ്യാണ്ടായിക്കഴിഞ്ഞാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സൗന്ദര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഭാര്യയും തിരിഞ്ഞു നോക്കില്ല, സംശയമൊന്നുമില്ല. ആരോഗ്യവും സമ്പത്തും ഉള്ളപ്പോൾ മാത്രമേ കലിയുടെ പ്രത്യേകതയാണ് തിരിഞ്ഞു നോക്കുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പേടിയാണ്, പ്രേതമായി കഴിഞ്ഞു എന്നർത്ഥം. അങ്ങനെ 3.5 മണിക്കൂർ കഴിയുമ്പോൾ അളിയുന്നതായ ശരീരം പോലും നമ്മൾ ബാക്കി സംഘടനകൾക്ക് എഴുതി കൊടുത്തു. നമ്മുടെ എന്തെങ്കിലും ഒരു അവയവം ലോകത്തിന് ഉപകാരപ്രദമാകുമെങ്കിൽ 3.5 മണിക്കൂർ നമ്മൾ ചൂഴ്ന്നെടുത്തുകൊള്ളാൻ നമ്മൾ എഴുതി കൊടുത്തേക്കുന്നതാണ് എല്ലാ സംഘടനകൾക്കും. അപ്പോൾ അഗ്നിഭവാനും എളുപ്പമുണ്ട്. ഇപ്പോഴൊക്കെ ഗ്യാസ്, അത് ഗ്യാസല്ല, ഗ്യാസൊക്കെയാണ് പറയുന്നത്, കത്തിദേശിക്കും. 3/4 മണിക്കൂർ മതി. കാരണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക്, കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഓരോ സ്ഥലത്ത് പോവേണ്ടി വരും. അപ്പോൾ എല്ലാം അഡ്വാൻസ്ഡാണ്. എത്രയും വേഗം ഈ ശരീരത്തെ നശിപ്പിക്കണം, ദഹിപ്പിക്കണം. അപ്പോൾ ആത്മാവൈ പുത്രനാമാസി, ആത്മാവാണ് പുത്രനായിട്ട് ജനിക്കുന്നത്. ആത്മാവിൻ്റെ പ്രതീകം, നാമജപത്തിൻ്റെ ശക്തി എന്താണോ അത് തന്നെയാണ് പുത്രനായും പുത്രിയായും ജനിക്കുന്നത്. സീരിയലുകളുടെ കഥാപാത്രങ്ങൾ, യൂട്യൂബ് ചാനലുകളുടെ, ഫേസ്ബുക്ക് ചാനലുകളുടെ കഥകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, അതിൽ ഉള്ളതായ ടെൻഷൻ അടിപ്പിക്കുന്നതായ കഥകൾ വായിക്കുന്നതായ അമ്മയ്ക്കുണ്ടാകുന്ന കുട്ടി, ആ ഒരു സംസ്കാരമേ ഉണ്ടാവുള്ളൂ. എന്നാൽ നല്ലത് ചിന്തിക്കുന്ന, നല്ലത് ജപിക്കുന്ന അമ്മയ്ക്കുണ്ടാവുന്ന കുട്ടി എന്തായിത്തീരും? അമ്മയെക്കാളും അച്ഛനേക്കാളും വലുതായിത്തീരും. കാരണം പെൺതച്ചോ മാനിയ പലർക്കും ഉണ്ട്. എന്നെക്കാളിലും വലുത് ആരുമില്ല. അങ്ങനെയുള്ള പെരുന്തോച്ചോ മാനിയെയും കളയാൻ മഹാദേവൻ തയ്യാറാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമഃ ശിവായ. പാർവതീശ പാപനാശനാഹരേ.